ഈ വർഷം തൊട്ട് പാറക്കുട്ടിയും കൂടി സ്കൂളിൽ പോയി തുടങ്ങിയ പിന്നെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഉരസൽ വരുന്ന കാര്യമാണ് സ്റ്റഡി ടേബിൾ. നന്ദുവിന് ഒരുപാട് ഹോംവർക്ക്സ് ഉണ്ട്. അതിൻ്റെ കൂടെ നന്ദുവിനെ പാറുവിൻ്റെ ടേബിളിൽ ഇരുത്താൻ പറ്റില്ല. അപ്പോൾ ആ കാര്യത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഒരു കശവിശ ഉണ്ടാവാറുണ്ട്. എന്തായാലും അതിനൊരു അവസാനം ആക്കിയേക്കാമെന്ന് വിചാരിച്ചു. ഓർഡർ ചെയ്ത ടേബിൾ എത്തിയതിൻ്റെ സന്തോഷമാണ് ആ കാണുന്ന ചാട്ടം. ബംടം എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ സ്റ്റഡി ടേബിളാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. ഇതിൻ്റെ ഹൈറ്റ് ടേബിളിനും ചെയറും അഡ്ജസ്റ്റബിൾ ആണ്. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഓർഡർ ചെയ്ത് 10 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് സാധനം ഡെലിവർ ആയായിരുന്നു. ടേബിളിൻ്റെ ടോപ്പ് പോർഷനും ചെയറിൻ്റെ ഇരിക്കുന്ന ഭാഗവും ചാരി ഇരിക്കുന്ന ഭാഗവും പ്ലാസ്റ്റിക് ആണ്. പക്ഷെ ബാക്കിയെല്ലാം അറ്റാച്ച് ചെയ്യുന്ന ഭാഗങ്ങളെല്ലാം മെറ്റൽ തന്നെയാണ്. നല്ല സ്റ്റേഡി ആയിട്ടുള്ള ടേബിളും ചെയറുമാണ്. നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ ഈ പ്രോഡക്റ്റിൻ്റെ റേറ്റ് 2200 രൂപയുടെ അടുത്തായിരുന്നു. പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി പോലെ തന്നെ അതിൻ്റെ പാക്കേജിങ്ങും നല്ല രീതിക്ക് തന്നെ ഉണ്ടായിരുന്നു. നല്ല സ്റ്റേഡി ആയിട്ടുള്ള പാക്കേജിങ് തന്നെയായിരുന്നു. ഒരു വിധത്തിലുള്ള ഡാമേജും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുന്നതിന് മുമ്പ് തന്നെ സാധനം ഡെലിവർ ആയിട്ടുണ്ടായിരുന്നു. വന്നപ്പോഴത്തേക്കും തുടങ്ങി, അമ്മേ ടേബിൾ റെഡിയാക്കി തന്നു. പിന്നെ വേഗം തന്നെ പോയി ഡ്രസ്സൊക്കെ മാറി ഒന്ന് ഫ്രഷായി വന്നിട്ട് ടേബിൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിരുന്നു. ആവശ്യം അവരുടെ ആയതുകൊണ്ട് തന്നെ ഈ 2 കുഞ്ഞ് അപ്രൻറ്റീസുകളും മുകളിലിരിക്കുന്ന വലിയ അപ്രൻറ്റീസ് കാര്യമായിട്ട് തന്നെ സഹായിക്കാനുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഒരു വലിയ മുതലാളി ഉണ്ടല്ലോ, ആ വലിയ മുതലാളി ജോലിക്ക് പോയി വരുന്നതിന് മുമ്പ് തന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് വെക്കണം എന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനും വേഗം തന്നെ പോയി ഫ്രഷ് ആയിട്ട് വന്നു. ഞാൻ ഏട്ടൻ വന്നപ്പോഴേക്ക് ചെയറിൻ്റെ പാതി മുക്കാലൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് വോയിസ് ഓവർ കൊടുത്തു തുടങ്ങുമ്പോഴേക്കും അടുത്ത വീട്ടിലെ പട്ടിക്ക് ഭയങ്കര വിവരം അന്വേഷിക്കലാണ്. ആ പാവം മിണ്ടാപ്രാണിയുടെ ശബ്ദമൊന്നും എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കുക. ആ നായയോട് എന്തായാലും എനിക്ക് മിണ്ടായിരിക്കാൻ പറയാൻ പറ്റില്ല. പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അതിന് മനസ്സിലാവാനും പോകുന്നില്ല. സോ എനിവേസ് ബാക്ക് ടു മൈ വീഡിയോ. അപ്പം നിങ്ങളിപ്പോൾ പാറു പറയുന്നത് കേട്ടില്ലേ, പിങ്ക് ആൻഡ് ബ്ലൂ ഉണ്ടെന്ന്. അതെ, ഈ ടേബിൾ നമ്മൾ ഓർഡർ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ പിങ്കിൻ്റെ കളറും ഉണ്ട്, പിന്നെ ബ്ലൂ കളറും ഉണ്ട്. 2 കളർ വേരിയൻസ് ആണ് അതിനുണ്ടായിരുന്നത്. ഏട്ടൻ വരുന്നതിന് മുമ്പ് തന്നെ ചെയർ ഒരു വിധത്തിൽ സെറ്റാക്കി വെച്ചായിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു സ്ക്രൂ, താഴത്തെ കാൽഭാഗത്തെ ഒരു സ്ക്രൂ ഒരു വിധത്തിലും കയറുന്നുണ്ടായിരുന്നില്ല. അതാണ് ഏട്ടൻ പിന്നെ ഡ്രില്ലിങ് മെഷീനൊക്കെ കൊണ്ടുവന്നിട്ട് എല്ലാം നല്ലോണം ടൈറ്റായി അറ്റാച്ച് ചെയ്ത് വെച്ച ഡ്രില്ലിങ് മെഷീനാകുമ്പോഴത്തേക്ക് നല്ല കറക്റ്റായിട്ട് ടൈറ്റായിട്ട് കയറിക്കോളുമല്ലോ. അതാണ് പിന്നെ ചെയ്തത്. കാരണം എത്രയായാലും കുട്ടികൾ യൂസ് ചെയ്യാവുള്ളതാണല്ലോ. ടേബിളിൻ്റെയും ചെയറിൻ്റെയും ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആയതുകൊണ്ട് തന്നെ നന്ദുവിനെ വെച്ച് ഹൈറ്റ് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കുകയാണ്. അപ്പോൾ 2 പേർക്കും മാറി മാറി യൂസ് ചെയ്യാമല്ലോ. അതുപോലെ ടേബിളിൻ്റെ ടോപ്പ് പോർഷനിങ്ങനെ വൈറ്റ് കളറാണ്. അതിൻ്റെ ഇടയ്ക്ക് പിങ്ക് കളറിൽ നമുക്ക് പെൻസിലൊക്കെ വെക്കാവുന്നതാണ്. അടിയിൽ നമുക്ക് ബുക്സൊക്കെ വെക്കാം. പക്ഷേ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ ഒരുപാട് അങ്ങനെ വെയിറ്റ്സ് ഒന്നും വെക്കാൻ പറ്റില്ല. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം കുറച്ച് ബുക്കൊക്കെ അത് ഹോൾഡ് ചെയ്യുകയൊക്കെ ചെയ്യും. അങ്ങനെ ടേബിളും ചെയറും എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം പാക്ക് ചെയ്ത് വന്നത് നല്ലൊരു കാർട്ടൺ ബോക്സിലും അതിൻ്റെ ഉള്ളിൽ കുറേ തെർമോക്കോൾസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ തെർമോക്കോൾ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ പൊട്ടി നാശമായി 4 പാടം പറക്കുമല്ലോ. അപ്പോൾ അതാണ് ഫാൻ ഇടുന്നതിന് മുമ്പായിട്ട് ഞാൻ വേഗം തന്നെ വാക്യൂം ക്ലീനർ വെച്ച് എല്ലാം തന്നെ വലിച്ചെടുക്കുന്നത്.